എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ ഫാൻസിനെ ഉണ്ടാക്കിയെടുത്ത ഒരു കണ്ടസ്റ്റൻറ്റ് മറ്റാരുമല്ല, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇന്നലെയും മിനിയാന്നുമായിട്ട് നമ്മൾ 2 വീഡിയോ റോബിനെ കുറിച്ച് ചെയ്തു. റോബിൻ, വേദലക്ഷ്മി, അബിൽ ദേവ്, ഡോക്ടർ ഡ്രേക്ക് അല്ലെങ്കിൽ അനന്തു സുർജിത്ത്, ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ കോൺട്രവേഴ്സിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിത് സംസാരിക്കുന്നത്? ലൈഫിൽ ഒരു വലിയ അച്ചീവ്മെൻറ്റ് നേടിയിട്ട് ഇപ്പോൾ ബിഗ് ബോസ് വിന്നർ ആയില്ലെങ്കിൽ പോലും ഒരുപാട് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ആ ഒരു പീക്ക് ലെവലിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തിയുടെ അധപ്പതനം, അയാൾ ലൈഫിൽ പാലിക്കാതെ പോയ കുറേ കാര്യങ്ങൾ കാരണം ഇന്ന് അയാൾ നേരിടുന്ന പ്രശ്നങ്ങൾ, സത്യത്തിൽ പറയുവാണെങ്കിൽ ഓരോ വ്യക്തികളും കണ്ടു മനസ്സിലാക്കേണ്ട ഒരു ജീവിതമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ. സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണം, സാമ്പത്തികം വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതില്ലാത്തൊരവസ്ഥയിൽ എങ്ങനെ ജീവിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ റോബിൻ്റെ ഇപ്പോഴത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ സഹതാപം തോന്നുന്നു റോബിൻ്റെ അവസ്ഥ ഓർത്തിട്ട്. ഇന്നലെ രാവിലെ പ്രസ് ക്ലബ്ബിൽ പോയിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്ന ഒരു ബൈറ്റ് കണ്ടു. അത് കണ്ടപ്പോൾ ഒരു മനുഷ്യന് ഇത്രമാത്രം ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും? ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങളിൽ തന്നെ കുറേയധികം ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടമുണ്ടായിരുന്നിട്ടുണ്ടാവും. ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പേര് റോബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ റോബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് മറിച്ച് കാണുമ്പോൾ റോബിൻ്റെ ഓരോരോ ചാറ്റുകളും ഓരോരോ ഓഡിയോകളും ഓരോരോ കോൾ കോൺവെർസേഷൻസും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇത്രമാത്രം അധപ്പതിക്കാമോ എന്ന് ചിന്തിച്ചു പോകും. ആ പ്രസ് ക്ലബ്ബിൽ വെച്ച് റോബിൻ സംസാരിച്ച കാര്യം, റോബിൻ്റെ എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം കാണിക്കാനുള്ള ഒരു അവസരമായിരുന്നു റോബിൻ്റെ പ്രസ് മീറ്റ്. അപ്പോൾ അവിടെ റോബിൻ ഒന്നും ചെയ്യാതെ അവിടെ ബ്ലാ 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 ആക്കിയിട്ട് പിന്നെ ഓപ്പോസിറ്റ് ടീം നടത്തുന്ന പ്രസ് മീറ്റിൽ വന്നിട്ട് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അതുപോലെ ഒരു തരംതാണ പ്രവൃത്തി വേറെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചില ആൾക്കാർ പറയുമായിരിക്കും അവരും കൂടെ ഉള്ളപ്പോൾ റോബിൻ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതല്ല നല്ലത്. അങ്ങനെയാണെങ്കിൽ അവരുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം, മീഡിയക്കാരെയും വിളിക്കാം എന്ന് പറഞ്ഞ് അവരുടെയും കൂടി അനുവാദത്തോടു കൂടി റോബിൻ വരണമായിരുന്നു. പക്ഷേ റോബിൻ അതല്ല ചെയ്തത്. റോബിൻ രാവിലെ ഒരു വീഡിയോ ഇടുന്നു, ഞാൻ എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്, ബാങ്ക് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടുന്നു. ഇതുമായിട്ട് ഞാൻ ആ പ്രസ് മീറ്റിങ്ങിന് പോകും, അവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കും എന്ന് അവരെ ചലഞ്ച് ചെയ്യുവാണ്. ഈ പ്രശ്നം 2 കൂട്ടർക്കും തീർക്കാൻ താല്പര്യമില്ല. റോബിൻ പൈസ കൊടുക്കാതെ എന്നാൽ ഈ പ്രശ്നം തീരത്തില്ല. റോബിൻ പറയുന്നത് റോബിൻ 1 രൂപ പോലും കൊടുക്കാനില്ലെന്നാണ്. പക്ഷെ അവർ വിടുന്ന തെളിവുകൾ എന്ന് പറയുന്നത് റോബിൻ 40 ലക്ഷം രൂപ ഇനിയും കൊടുക്കാനുണ്ടെന്നാണ്. ഇതൊക്കെ കാണുന്ന ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റോബിൻ്റെ ആ പ്രസ് ക്ലബ്ബിൽ, എറണാകുളം പ്രസ് ക്ലബ്ബിൽ വന്നതിന് ശേഷമുള്ള ഒരു ബൈറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ പ്രസ് മീറ്റ് വന്നതിന് ശേഷം റോബിൻ പുറത്തുവിട്ടൊരു വീഡിയോ. ഇന്ന് രാവിലെ വേദലക്ഷ്മിയുടെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. റോബിൻ ആ പ്രസ് മീറ്റിന് പോകുന്നതിന് മുൻപ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ആക്ച്വലി ആ വീഡിയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും കൂടെ കണ്ടിട്ട് വേണം നമ്മൾ ഈ പ്രസ് ക്ലബ്ബിന് മുന്നിലുള്ള വീഡിയോ കാണാനായിട്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 7 മണിയാണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അഗൻസ്റ്റ് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വേദലക്ഷ്മിക്കും അബിൽ ദേവനൊക്കെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ട്, ഞാൻ അവരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്നെ എക്സ്പോസ് ചെയ്യുന്നതിന്റെ ഞാൻ കാശ് വെച്ചിട്ടുള്ള വീഡിയോ എടുത്തിടുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നു. ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, എന്നെ ചീത്ത വിളിക്കുന്നു. ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11 ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇവരുടെ ചാറ്റ്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് സാധനം ഞാൻ പ്രിന്റ് ഔട്ടും ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ അബിൽ ദേവ്, വേദലക്ഷ്മി, ഇവരുടെ കൂട്ടത്തിലുള്ള റമീൻ, പിന്നെ ഷാജർ, ധന്യ, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ഇടപാട് ടോട്ടൽ മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. അതായത് 42,53,500 റുപ്പീസ്. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. അതായത് 43,22,500 43,22,500 റുപ്പീസ് ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഇതെല്ലാം ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ്. ബാങ്ക് ട്രാൻസാക്ഷൻസ് നമുക്ക് ഫേക്ക് കാണിക്കാൻ പറ്റില്ല. അത് ഇങ്ങോട്ട് തന്നത് അങ്ങോട്ട് കൊടുത്തൊക്കെ കറക്റ്റ് അതിൽ എന്തുണ്ട്, ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവരുടെ ട്രാൻസാക്ഷൻ സ്ലിപ്പും റെസിപ്റ്റും ഇവരുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. പ്രിന്റ് ഔട്ട് എടുത്തത് മാത്രമല്ല, ഇന്ന് രാവിലെ, അതായത് ഓഗസ്റ്റ് 12 രാവിലെ 11 മണിക്ക് ഇവരുടെ പ്രസ് മീറ്റ് ഉണ്ട് അല്ലെ, എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട്. എല്ലാ മീഡിയാസും വരണം, മെയിൻ സ്ട്രീം ചാനൽസ് തൊട്ട് എല്ലാ മീഡിയാസും വരണം. അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ റോബിൻ പറഞ്ഞ പ്രകാരം 69,000 രൂപ അബിൽ ദേവ് ആൻഡ് ടീം റോബിൻ അങ്ങോട്ട് കൊടുക്കാനുണ്ട്. ഇതിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ട് ഞാൻ എറണാകുളം പ്രസ് ക്ലബ്ബിൽ രാവിലെ 11 മണിക്ക് എത്തുമെന്നാണ് റോബിൻ ആ വീഡിയോയിൽ പറഞ്ഞത്. ഇത് കേട്ടപാടെ
അവരെന്ത് ചെയ്തു? അവർ ആ പ്രസ് മീറ്റിംഗ് അങ്ങ് മാറ്റി, വെന്യൂ മാറ്റി, ടൈം മാറ്റി. അതായത് അവർക്ക് റോബിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം അവർക്കറിയാം റോബിൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അലമുണ്ടാക്കും. അല്ല റോബിൻ്റെ ആ ഒരു ബിഗ് ബോസിലുള്ള ഒരു പ്രകടനമൊക്കെ അവിടെ കാണിക്കും, ആൾക്കാരെ കൺവിൻസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കും. സോ അതുകൊണ്ട് അവർക്ക് അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ അവരെന്ത് ചെയ്തു? പ്രസ് മീറ്റ് വൈകുന്നേരം 6:30 മാറ്റി. അത് മറ്റേതൊരു സ്ഥലത്ത്, എനിക്ക് തോന്നുന്നു കച്ചേരിപ്പടിയിലോ ആ ഭാഗത്ത് എവിടെയോ, കളമശ്ശേരിയിലോ അവിടെ ഏതൊരു ഭാഗത്ത് ഒരു സ്ഥലത്തേക്ക് മാറ്റി അവർ ആ പ്രസ് മീറ്റ് നടത്തുകയും ചെയ്തു. ഏകദേശം 1.5 മണിക്കൂർ. ആ പ്രസ് മീറ്റിനകത്ത് അബിൽ ദേവ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. റോബിന് ഇവർ കാശ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് പ്രൂവൻ ആണ്. അത് ഇന്നലെ വളരെ വ്യക്തമായിട്ട് പ്രസ് മീറ്റിൽ വെച്ചിട്ട് അവരത് സംസാരിച്ചു, അവരത് ക്ലിയർ ചെയ്തു വിത്ത് എവിഡൻസ്. റോബിൻ്റെ ചാറ്റ്, റോബിൻ അയച്ചു കൊടുത്ത ഫണ്ട്, റോബിൻ അവർ കൊടുത്ത ഫണ്ട്, ഇതെല്ലാം കാണിച്ചുകൊണ്ട് അവർ ആ പ്രസ് മീറ്റ് 1.25 മണിക്കൂറത്തെ പ്രസ് മീറ്റ് ഫിനിഷ് ചെയ്തു. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആൾക്കാർക്ക് കാര്യം മനസ്സിലായി. റോബിൻ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും റോബിൻ വാങ്ങിച്ച കാശ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് എൻഡ് എന്ന് പറയുന്നത്. പിന്നെ ആ ഫണ്ട് ഇപ്പോൾ റോബിൻ പറയുന്നത് 42,33,500 രൂപയാണ് ഞാൻ വാങ്ങിച്ചത്, പക്ഷേ 43,23,500 രൂപ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, 69,000 രൂപ ഇങ്ങോട്ടാണ് കിട്ടേണ്ടതെന്ന്. എന്നാൽ നമ്മൾ മറ്റൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. ആ വീഡിയോയ്ക്കകത്ത് റോബിൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ 45 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ 5 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു, ഇനി 40 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്, ഇതിൽ കൂടുതൽ എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം കൊടുത്തു കഴിഞ്ഞു, ഇനി 40 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്ന് റോബിൻ തന്നെ പറയുന്നുണ്ട്. ആ വീഡിയോ നമ്മൾ കണ്ടു. നമുക്കിനി കാണാനുള്ളത് റോബിൻ്റെ പ്രസ് ക്ലബ്ബിൽ വന്നതിന് ശേഷമുള്ളൊരു പ്രകടനം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് എനിക്ക് സഹതാപം തോന്നി. ഒരു മനുഷ്യൻ ഇത്രമാത്രം തരം താഴാമോ അല്ലെങ്കിൽ ഇത്രമാത്രം അധപ്പതിച്ച് പോകാമോ എന്ന് ചിന്തിച്ചു പോയി. ശരിക്കും സഹതാപം തോന്നി റോബിൻ്റെ ആ ഒരു നിൽപ്പും സംസാരവും കേട്ടപ്പോൾ. കാരണം റോബിൻ പെട്ടു. ഇനി അതിൽ നിന്ന് കര കയറാൻ ഉള്ള തത്രപ്പാട്, അതായത് ഈ വെള്ളത്തിൽ വീണ ഉറുമ്പിനെ പോലെ കൈകാലിട്ട് അടിക്കുകയാണ്. ഇതിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. നമ്മുടെ വരവിനനുസരിച്ച് വേണം നമുക്ക് ചിലവുണ്ടാവേണ്ടത്, ശരിയല്ലേ? നമ്മൾ ഓരോരുത്തർക്കും, ഓരോ സാധാരണക്കാരൻ്റെ ലൈഫിൽ നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. നമുക്ക് എത്ര രൂപ വരുമാനമുണ്ടോ ആ വരുമാനത്തിനനുസരിച്ച് നമുക്ക് ചിലവ് ചെയ്യാൻ നമ്മൾ മെനക്കെടാവൂ. പക്ഷേ റോബിൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിരുന്നില്ല. റോബിൻ യൂസ് ചെയ്യുന്ന വാഹനങ്ങൾ, റോബിൻ്റെ മാരേജ്, ഇതെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, റോബിൻ്റെ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്തായിരിക്കാം ഒരു പക്ഷേ ഇത്രയും അധികം ബാധ്യതകൾ റോബിൻ ഉണ്ടായത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരു സാമാന്യ ബുദ്ധി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധി വെച്ചിട്ട് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ആ സമയത്തായിരിക്കാം റോബിൻ ഏറ്റവും കൂടുതൽ കാശ് വായ്പ മേടിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇത് വാങ്ങിക്കുന്ന മാത്രമല്ല, ഇത് വാങ്ങിച്ചിട്ട് ആ വാങ്ങുന്ന ആൾക്കാരോട് നമ്മൾ എങ്ങനെയാണ് തിരിച്ച് മറുപടി കൊടുക്കുന്നത്? ഈ ഫണ്ട് നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആ കൊടുക്കാൻ പറ്റുന്നൊരു അവധി പറയുക, അല്ലാതെ അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് ഡേറ്റ് മാറ്റി പറഞ്ഞുകൊണ്ടിരുന്ന് അത് ഒരിക്കലും ഒരു വ്യക്തിയും ഒരുപാട് കാലമൊന്നും കേട്ടുകൊണ്ടിരിക്കില്ല. 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ അവർ റിയാക്ട് ചെയ്ത് തുടങ്ങും. അവർ റിയാക്ട് ചെയ്യുമ്പോൾ പിന്നെ അവരുടെ അച്ഛനെ വിളിച്ച് അമ്മയെ വിളിച്ച് അങ്ങനെ ചെയ്യുന്നതല്ല ഒരു മാന്യത എന്ന് പറയുന്നത്. കാരണം കൊടുക്കാനുള്ളത് നമ്മളാണ് കൊടുക്കാനുള്ളതെങ്കിൽ നമ്മൾ അവരോട് മാന്യമായിട്ട് സംസാരിച്ച പ്രശ്നം സോൾവ് ചെയ്യാൻ അവരെങ്ങനെയും പറഞ്ഞു നിർത്താൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ കള്ളങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നു. റോബിൻ കള്ളങ്ങൾ കൊണ്ട് കൊട്ടാരം പണിതുകൊണ്ടിരുന്നു. അവസാനം ആ കള്ളങ്ങളുടെ കൊട്ടാരം എന്ത് ചെയ്തു? ഇടിഞ്ഞു വീണു. ഒരുപാട് കാലമൊന്നും മാസ്ക് ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കുറേ കാലമൊക്കെ ജീവിക്കാം, പക്ഷെ ഒരുപാട് കാലമൊന്നും ഒരു വ്യക്തിക്കും ഫേസ് മാസ്ക് ഇട്ട് ജീവിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സമയത്ത് ആ മാസ്ക് അഴിഞ്ഞു വീഴും. അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോബിൻ ഓരോ ദിവസവും വന്ന് പറയുന്ന കള്ളങ്ങൾ അപ്പുറത്തെ സൈഡിൽ അവർ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. റോബിൻ കാണിക്കാൻ തെളിവുകളില്ല. റോബിൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നു. ബാങ്ക് വഴി മാത്രമല്ല ഫണ്ട് കൈമാറ്റം നടന്നിട്ടുള്ളതെന്ന് അപ്പുറത്തെ ടീം പറയുന്നു. ബൈ ഹാൻഡും കൊടുത്തിട്ടുണ്ട് കാശ്. പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങളിൽ വന്ന് കാശ് മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിനൊക്കെ എന്ത് തെളിവാണ് റോബിൻ കാണിക്കാൻ പോകുന്നത്? സോ അതുകൊണ്ട് ഇവിടെ പൈസ തിരിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ റോബിൻ്റെ മുന്നിൽ വേറെ ഒരു വഴിയില്ല. ഇപ്പം ഇവർ മാത്രമേ വന്നിട്ടുള്ളൂ. ഇന്ന് രാവിലെ പുറത്തുവിട്ട വീഡിയോയുടെ കൂടെ തന്നെ കുറേ ചാറ്റ് സ്ക്രീൻഷോട്ട് ഉണ്ട്. അതിനകത്ത് ഹവാല പോലത്തെ ഫണ്ട് പോലും റോബിൻ്റെ കയ്യിലേക്ക് വരാനുണ്ടെന്ന് റോബിൻ പറയുന്ന ചാറ്റുകളാണ് പുറത്തു പോയിട്ടുള്ളത്. സോ ഇതൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നമുക്കിനി റോബിൻ്റെ ആ പ്രസ് ക്ലബ്ബിൽ വെച്ചുള്ള ആ ഒരു ബൈറ്റ് അതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, എല്ലാവരും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളം പ്രസ് ക്ലബ്ബിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പേര് പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ വെക്കുമെന്ന് പറഞ്ഞ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് വരുമെന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ എറണാകുളം പ്രസ് ക്ലബ്ബിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇവിടെ അങ്ങനെ ഒരു എന്താ പറയുക പ്രസ് മീറ്റ് വെച്ചിട്ടില്ല എന്നാണ് ഇവരെല്ലാം പറയുന്നത്. ഓക്കെ, ഞാൻ മുകളിൽ പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടെ ഇല്ല. ഇവിടെ കുറച്ച് മീഡിയക്കാരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 11 മണിക്ക് വെച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ ആക്ച്വലി എൻ്റെ കയ്യിലുള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം കൂടെ കൊണ്ടാണ് വന്നത്. അപ്പം ഇനി അടുത്ത പ്രസ് മീറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും അവിടെയും വരുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഭാഗം പ്രൂവ് ചെയ്തില്ല പറ്റുന്നത്. ഓക്കെ, താങ്ക് യു. റോബിൻ്റെ ഭാഗം പ്രൂവ് ചെയ്യാൻ റോബിൻ അവരുടെ പ്രസ് മീറ്റിൽ പോയി പ്രൂവ് ചെയ്യണം നിർബന്ധമൊന്നുമില്ലല്ലോ. റോബിൻ ഓൾറെഡി ഒരു പ്രസ് മീറ്റ് വിളിച്ചു. റോബിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി റോബിൻ ശ്രമിച്ചു. പക്ഷേ ആ പ്രസ് മീറ്റിലും റോബിൻ പ്രത്യേകിച്ച് ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല.
റോബിൻ നിരപരാധിയാണ്, റോബിനെ ടാർഗറ്റ് ചെയ്യണം എന്നാണ് റോബിൻ പറയുന്നത്. വൈ റോബിൻ? എന്തിന് റോബിനെ ടാർഗറ്റ് ചെയ്യണം? അപ്പോൾ പാർട്ടിയെ ബേസ് ചെയ്ത് സംസാരിക്കാം. പാർട്ടിയെ ബേസ് ചെയ്യാൻ റോബിൻ മാത്രമാണോ ഇവിടെ ഈ ഒരു പാർട്ടിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരുപാട് പേര് ചെയ്യുന്നില്ലേ? എന്തിനാണ് റോബിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? അതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. റോബിൻ കൈനീട്ടി കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി അത് റോബിനുണ്ട്. അത് ചെയ്യാതെ ഏതൊക്കെ രീതിയിൽ ന്യായീകരിച്ചാലും ഫലം ഉണ്ടാവില്ല. കാര്യം റോബിൻ ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിപ്പോയി, അറിഞ്ഞുപോയി. റോബിൻ്റെ ഇമേജ് രക്ഷിക്കാൻ വേണ്ടി റോബിൻ ഇപ്പോൾ കിടന്ന് പാടുപെടുകയാണ്. പക്ഷേ ഈ ഫണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിച്ചു. പിന്നെ അവർ റോബിൻ്റെ പുറകെ വരില്ലല്ലോ. വന്നു കഴിഞ്ഞാൽ ഈ സംസാരിക്കുന്ന ഞങ്ങൾ പോലും അവർക്കെതിരെ സംസാരിക്കും. റോബിൻ പൈസ കൊടുത്തതിന് ശേഷവും റോബിൻ അവർ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ റോബിനെതിരെ അവർ സംസാരിക്കുവാണെങ്കിൽ, കംപ്ലീറ്റ് പൈസയും കൊടുത്തതിന് ശേഷവും സംസാരിക്കുവാണെങ്കിൽ റോബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അതല്ലാതെ റോബിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? കൊടുക്കാനുള്ളത് റോബിനാണ്. അവരിത് തെളിവ് വെച്ചാൽ സംസാരിക്കുന്നത്. ആ പ്രസ് മീറ്റ് ഞാൻ ആ പ്രസ് മീറ്റിൽ ഇവിടെ വെക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ 1.5 മണിക്കൂറോളം 1.25 മണിക്കൂറോളം ഡ്യൂറേഷൻ ഉണ്ട്. അതിവിടെ വെക്കുന്നില്ല. അതിനകത്ത് ഈ അബിൽദേവാണ് സംസാരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട്. അതിനകത്ത് റോബിനെ അവരെന്തുകൊണ്ട്, പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ്, അവരെന്തുകൊണ്ട് കംപ്ലൈൻറ്റുമായിട്ട് പോകുന്നില്ല, അവരെന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ കൂടി ഇത് സംസാരിക്കുന്നു? അവർ ഓൾറെഡി കംപ്ലൈൻറ്റ് കൊടുത്ത കാര്യമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും പൈസ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാമെന്ന്. ഞാൻ എൻ്റെ കഴിഞ്ഞ 2 വീഡിയോയിലും ആ കാര്യം സംസാരിച്ചാണ്. ഞാൻ കൊടുത്ത അനുഭവമുള്ള ഒരാളാണ്. പോലീസുകാർക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്നത് ആ ആൾ വന്നു കഴിഞ്ഞാൽ ഇരുത്തി സംസാരിക്കാം, ഒരു ഒത്തുതീർപ്പിലെത്താം, അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒത്തുതീർപ്പ് നടപ്പിലാക്കേണ്ടത് ഈ വരുന്ന വ്യക്തിയാണ്, പൈസ കൊടുക്കേണ്ട വ്യക്തിയാണ്. റോബിൻ പറയുന്നത് നിങ്ങൾ എന്താ സ്റ്റേഷനിൽ വരാത്തത്? റോബിൻ കൊടുത്ത കേസിന് അവരെന്തിന് സ്റ്റേഷനിൽ വരണം? അവർ കൊടുത്ത കേസിന് റോബിൻ സ്റ്റേഷനിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. ഇത് 2 കൂട്ടർക്കും ഇത് സോൾവ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് പ്രശ്നം സോൾവ് ചെയ്യുക. പക്ഷേ അവിടെ റോബിൻ എന്താണ്, വീഡിയോയിൽ കൂടിയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾ അവിടെ പ്രസ് മീറ്റ് വെക്കുന്നു, അവിടെ ഞാൻ വരാം. അതല്ലല്ലോ ചെയ്യേണ്ടത്. റോബിൻ അവരെ നേരിട്ട് വിളിക്കുക, നമുക്ക് സോൾവ് ചെയ്യാം. സോ അതിനൊരു മീഡിയേറ്ററെ വിളിക്കുന്നു. നിങ്ങൾക്ക് 2 പേർക്കും പരിചയമുള്ള ഒരാളെ മീഡിയേറ്റർ വെക്കുന്നു. ആ മീഡിയേറ്റർ മുഖേന സംസാരിച്ച്, പക്ഷെ ആ പറയുന്ന കാര്യം റോബിൻ പാലിക്കണം. ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ പറഞ്ഞ വാക്ക് പോലും റോബിന് പാലിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ അവർ വിശ്വസിക്കും? ശരിക്കും പറഞ്ഞാൽ റോബിന് ഇപ്പോൾ ആർക്ക് വിശ്വാസമില്ല. ആ വിശ്വാസമാണ് റോബിൻ നശിപ്പിച്ചത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റോബിനെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ആ ഇഷ്ടം എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതല്ല റോബിൻ. എന്നാൽ അത് നശിപ്പിക്കാൻ റോബിന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ സാധിച്ചു എന്നുള്ളതാണ്. റോബിൻ്റെ പ്രവൃത്തികൾ മൂലം ഒരുപാട് പേര് വെറുത്തപ്പോഴും ഒരു വിഭാഗം ആൾക്കാർ റോബിനെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ആ ഒരു വിഭാഗം ആൾക്കാരെ പോലും റോബിൻ ഇപ്പോൾ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബുദ്ധിമോശങ്ങൾ വിളിച്ച് പറഞ്ഞും ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടും. അതിനാണ് മാറാൻ പറയുന്നത്. നമുക്കിനി റോബിൻ ഇവരുടെ പ്രസ് മീറ്റിന് ശേഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് റോബിൻ്റെ വൈഫിനെയൊക്കെ വലിച്ചിടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. റോബിൻ്റെ വൈഫിനെ ടാർഗറ്റ് ചെയ്ത് ഇവർ സംസാരിക്കും ഞാൻ കരുതുന്നില്ല. എന്നാൽ റോബിൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിൽ കൂടിയും റോബിൻ കാശ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് റോബിൻ്റെ വൈഫ് തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് വിട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. എ ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ്. There are a lot of allegations and discussions happening on social media right now. Let me make one thing very clear. This is an issue between Abil and Robin. Whatever issue they have, they should resolve them between themselves. Do not drag me, my name or my brand into it. അതായത് റോബിൻ്റെ വൈഫ് ഈ വിഷയത്തിൽ മാറി നിൽക്കുന്നുണ്ട്. അവരുടെ ബ്രാൻഡോ അവരുടെ പേരോ ഈ വിഷയത്തിലേക്ക് വലിച്ചഴക്കരുതെന്നാണ് അവർ പറയുന്നത്. ഇത് അബിൽദേവും റോബിനോടുള്ള വിഷയമാണ്. അത് അവർക്കിടയിൽ അവർ തീർത്തോളും എന്നാണ് പറയുന്നത്. അതിനകത്ത് എൻ്റെ പേരോ എൻ്റെ ബ്രാൻഡോ വലിച്ചഴക്കരുത്. വലിച്ചഴച്ചാൽ ഞാൻ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് റോബിൻ്റെ വൈഫ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് റോബിൻ തന്നെ പറയുന്നുണ്ട്, റോബിൻ്റെ വീഡിയോയ്ക്കകത്ത്, നെക്സ്റ്റ് വീഡിയോ ഞാൻ വയ്ക്കാം, അതിനകത്ത് പറയുന്നുണ്ട് റോബിൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിൽ കൂടിയും കാശ് വാങ്ങിയിട്ടുണ്ട്. അതായത് റോബിൻ്റെ വൈഫിൻ്റെ ബ്രാൻഡിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തപ്പോൾ ഈ അബിൽദേവ് പറഞ്ഞു അത് പറ്റത്തില്ല, റോബിൻ്റെ വൈഫിൻ്റെ അക്കൗണ്ട് നമ്പർ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റോബിൻ്റെ വൈഫിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടാണ് എത്രയോ രൂപ ട്രാൻസ്ഫർ ചെയ്തത്. അവിടെ ആരുടെ അക്കൗണ്ട് നമ്പർ എന്നൊന്നുമില്ല, റോബിന് കാശ് കിട്ടിയാൽ മതി. അതുകൊണ്ട് ഇപ്പോൾ എന്തായി, റോബിൻ്റെ വൈഫും ഇതിനകത്ത് പെട്ടുപോയി. ഇതാണ് സംഭവിച്ചത്. അതിനകത്ത് ഇപ്പം റോബിൻ്റെ വൈഫ് വന്നിട്ട് ഞാൻ ഇതിനകത്ത് ഭാഗമല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങളുടെ അക്കൗണ്ടും അവിടെ യൂസ് ചെയ്ത് പോയി. പിന്നെ ഈ പ്രസ് മീറ്റ് നടന്നത് നിങ്ങളുടെ ബൊട്ടിക്കിൽ വെച്ചിട്ടാണ്. നിങ്ങളുടെ അനുവാദമില്ലാതെ ആ ബൊട്ടിക്കിൽ വെച്ചിട്ട് റോബിന് പ്രസ് മീറ്റ് നടത്താൻ പറ്റുമോ? അപ്പം നിങ്ങൾക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ബാക്കി, ലക്ഷ്മി ഹാസ് ഡെലിബറേറ്റ്ലി യൂസ്ഡ് മൈ വീഡിയോസ് ആൻഡ് കോണ്ടന്റ് ആൻഡ് ഡ്രാഗ്ഡ് മീ ഇൻ ടു ദിസ് സിറ്റുവേഷൻ. I have nothing to do with these allegations and I will not stay silent. Will my name and my brand are being used to create a false narrative. I will be taking legal action including pursuing a defamation case against those responsible for this. അത് നിയമപരമായിട്ട് പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ ഇഷ്ടമാണ്. കാരണം അവർ നിങ്ങളുടെ പേര് അനാവശ്യമായിട്ട് വലിച്ചിഴക്കുവാണെങ്കിൽ നിയമപരമായിട്ട് തന്നെ പോകണം. അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും ഇവിടെ യൂസ് ചെയ്തിരുന്നു റോബിൻ എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അവർക്ക് നിങ്ങളുടെ പേര് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ലക്ഷ്മി വീഡിയോ ചെയ്തോ അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടു, അത് അതിൻ്റെ ലീഗൽ സൈഡ് നോക്കുകയാണെങ്കിൽ ആ സൈഡ് പോട്ടെ. മൈ ബ്രാൻഡ് ഈസ് നോട്ട് സംതിങ് ഐ ബിൽറ്റ് ഓവർ നൈറ്റ്. ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്, സാക്രിഫൈസ്, ഡെഡിക്കേഷൻ ആൻഡ് എവറിത്തിങ് ഐ ഹാവ് പുട്ട് ഇൻ ടു ബിൽഡിംഗ് മൈ ഓൺ ഐഡൻറ്റിറ്റി. No one has the right to damage my reputation of my business by spreading allegations and dragging my name into matters that do not concern me.
എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ബ്രാൻഡിൻ്റെ പേരും എൻ്റെ പേരോ ഇതിനൊന്നും വലിച്ചഴിക്കേണ്ട കാര്യമില്ല എന്ന ലെവലിലാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പ്ലീസ് ഡു നോട്ട് മിസ്റ്റേക്ക് മൈ സൈലൻസ് ഫോർ വീക്ക്നെസ്. ഐ നോ ദ ട്രൂത്ത്. I know the work I have put into building everything I have today, and I will protect my name and my brand through the proper legal channels. Keep me and my brand out of this. എന്നെ ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കുക, എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചിടാതിരിക്കുക, ഞാൻ ഇതിനൊന്നും ഭാഗമല്ല. സോ ആരെങ്കിലും ഉപയോഗിക്കുവാണെങ്കിൽ ഞാനത് ലീഗലി പോകുന്നതാണ് റോബിൻ്റെ വൈഫ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് റോബിൻ്റെ വൈഫ് ഡയറക്റ്റായിട്ട് ചിലപ്പോൾ പാർട്ട് ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് റോബിൻ്റെ വൈഫിനും ഒരു പാർട്ട് ഉള്ളതെന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യത്തിലാണ്. റോബിൻ്റെ വൈഫിൻ്റെ അക്കൗണ്ട് നമ്പർ യൂസ് ചെയ്തുകൊണ്ടാണ് റോബിൻ ഫണ്ട് കുറച്ച് എമൗണ്ടെങ്കിലും വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റോബിൻ്റെ വൈഫിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് റോബിന് ഒരിക്കലും റോബിൻ്റെ വൈഫിൻ്റെ അക്കൗണ്ട് നമ്പർ യൂസ് ചെയ്യാൻ പറ്റില്ല. ആ അക്കൗണ്ട് വഴി കാശ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് നമ്പറിൻ്റെ ഹോൾഡറും അതിൻ്റെ ഭാഗമാണ് എന്ന് കരുതേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പ്രസ് മീറ്റ്, റോബിൻ്റെ ഫസ്റ്റ് പ്രസ് മീറ്റ് നടന്നത് ഈ പറയുന്ന റോബിൻ്റെ വൈഫിൻ്റെ ബ്രാൻഡ് ഉള്ള ബൊട്ടിക്കിൽ വെച്ചിട്ടാണ്. അത് നിങ്ങളുടെ അനുവാദമില്ലാതെ നടത്താൻ പറ്റില്ലല്ലോ. സോ ഇതൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന വ്യക്തിയുടെ പേരും കൂടി ഇതിനകത്ത് വലിച്ചഴക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഈ പ്രസ് മീറ്റിന് ശേഷം ഇവർ ഈ പറയുന്ന തെളിവുകളെല്ലാം കാണിച്ചതിന് ശേഷമുള്ള റോബിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതിനകത്തും റോബിൻ ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്: എൻ്റെ വൈഫിൻ്റെ പേരിലേക്ക് വലിച്ചഴിക്കേണ്ട കാര്യമില്ല. പക്ഷേ റോബിൻ തന്നെ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്, എൻ്റെ വൈഫിൻ്റെ ബ്രാൻഡിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തപ്പോൾ അത് പറ്റില്ല, വൈഫിൻ്റെ അക്കൗണ്ട് നമ്പർ തന്നെ വേണം എന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തത്. റോബിൻ കൊടുക്കാതിരിക്കാമായിരുന്നു. റോബിൻ ഈ വിഷയത്തിലേക്ക് വൈഫിനെ വലിച്ചഴിക്കേണ്ടായിരുന്നെങ്കിൽ റോബിൻ വൈഫിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കാതിരിക്കാമായിരുന്നു. റോബിൻ അത് ചെയ്തില്ല. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവരും നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇപ്പൊ കുറച്ച് ന്യൂസ് ചാനൽസ് കാണുന്ന സമയത്ത് അബിൽ ദേവ് കുറച്ച് അലിഗേഷൻസ് പറയുന്നതായിട്ട് ഞാൻ കണ്ടു, ഹണി ട്രാപ്പിനെ പറ്റിയൊക്കെ. സോ ആവശ്യമില്ലാതെ എന്റെ വൈഫിനെ അതിൽ ഡ്രാഗ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാനൊരു ചാറ്റ് കാണിക്കാം. സോ ഈ ഒരു ചാറ്റ് എന്ന് പറയുന്നത് ഞാനും അബിൽ ദേവും തമ്മിലുള്ള ചാറ്റാണ്. സോ എനിക്ക് വേണ്ടി ഫണ്ട് ആവശ്യപ്പെടുന്ന സമയത്ത് എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണമെന്ന് അബിൽ ദേവ് ആവശ്യപ്പെടുന്നു. അപ്പം ഞാൻ ബൊട്ടിക്കിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് പുള്ളിക്കാൻ അയച്ചു കൊടുക്കുന്നു. അത് പോരാ, എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, പേഴ്സണൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണമെന്ന് പുള്ളിക്കാൻ ആവശ്യപ്പെടുന്നു. അത് പ്രകാരം എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ അബിൽ ദേവിന് അയച്ചു കൊടുക്കുന്ന ചാറ്റാണ് ഈ കാണുന്നത്. അപ്പം അതിലേക്കാണ് പുള്ളിക്കാരൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത്. എൻ്റെ വൈഫ് അത് എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് വേണമെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചു തരാം. ആ ഫണ്ട് പൂർണ്ണമായിട്ടും ഞാൻ എൻ്റെ ആവശ്യത്തിനാണ് ഞാൻ യൂസ് ചെയ്തത്, എൻ്റെ വൈഫിൻ്റെ ആവശ്യത്തിനല്ല. പുള്ളിക്കാരി ഒരു ബിസിനസിന്റെ പർപ്പസിനോ അല്ലെങ്കിൽ പുള്ളിക്കാരി അല്ല ആ ഫണ്ട് യൂസ് ചെയ്തത്, ഞാനാണ് അത് യൂസ് ചെയ്തത്. ആ ഫണ്ട് ഞാൻ തിരിച്ച് റിട്ടേണും ചെയ്തു. അതിൻ്റെയും കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പം എനിക്ക് പറയേണ്ട ഒരു ഒറ്റ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഓരോ ന്യൂസ് ചാനലിൽ പോയിട്ട് ഇതേപോലെ ഓരോ ബൈറ്റും കാര്യങ്ങളും ഇതൊക്കെ കൊടുക്കുന്നതിൻ്റെ പകുതി സമയമേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്ത കംപ്ലൈന്റ് പ്രകാരം അവിടെ വന്ന് നിങ്ങൾ ഇതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ അല്ലേ, അല്ലാതെ മർഡറോ അല്ലെങ്കിൽ സ്മഗ്ലിങ്ങോ അല്ലെങ്കിൽ ഡ്രഗോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ എന്താ പറയാ പീഡന കേസോ കാര്യങ്ങളൊന്നും അല്ലല്ലോ. പക്ഷെ വാങ്ങിച്ചാൽ കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് റോബിൻ. ഈ പറയുന്ന വിഷയത്തെ പോലെ തന്നെ വലിയ പ്രശ്നമാണ് പൈസ മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത്. ഇതിനകത്ത് റോബിൻ വൈഫിന്റെ അക്കൗണ്ട് വഴി വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അതോടെ ആ വ്യക്തിയുമായിട്ടുള്ള വിഷയം തീർന്നു. അതിനകത്ത് പിന്നെയും അവരെ വലിച്ചിടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വലിച്ചിടുന്നുണ്ടെങ്കിൽ പോലും, അവർ ഇടയ്ക്കിടയ്ക്ക് പേര് പറയുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ആ അക്കൗണ്ട് വഴി വാങ്ങിച്ച എമൗണ്ട് തിരിച്ചു കൊടുത്താണ് റോബിൻ പറയുന്നത്. റോബിന്റെ വേർഷനാണ്, അവരുടെ വേർഷൻ അവർ സംസാരിച്ചിട്ടില്ല. അത് ഇനി പറയുമായിരിക്കും, നമുക്കറിയില്ല. സംസാരിച്ചായിട്ട് ഞാൻ കേട്ടില്ല. ഇവിടെ ഇപ്പോൾ റോബിൻ പറയുന്നത് അതുവഴി വാങ്ങിച്ച ഫണ്ട് ഞാൻ കൊടുത്തു തീർത്തു. അപ്പോൾ ഇനി വൈഫിനെ വെറുതെ വലിച്ചിടേണ്ടത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. റോബിൻ കാശ് തരാണെങ്കിൽ റോബിൻ്റെ നിന്ന് മേടിച്ചെടുക്കാൻ നോക്കുക. പിന്നെ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം, റോബിൻ വീഡിയോയിൽ കൂടിയാണ് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞാൻ കൊടുത്ത കേസിന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരൂ. എന്ത് കാര്യത്തിന്? അത് വരണോ വേണ്ടതുള്ള അവരുടെ തീരുമാനമല്ലേ. കാരണം റോബിനാണ് കാശ് കൊടുക്കാനുള്ളത്, റോബിൻ ഇങ്ങോട്ടല്ല. റോബിൻ കാശ് കൊടുക്കാൻ ഉണ്ടായിട്ട് റോബിൻ ആദ്യമേ കംപ്ലൈന്റ് കൊടുത്തു. അവർ ഓൾറെഡി കൊടുത്ത കംപ്ലൈന്റോ അതിന് റോബിൻ പോകുന്നുണ്ടോ? ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഇവിടുത്തെ. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ട വിഷയമാണിത്. പക്ഷെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല, പകരം നിങ്ങൾ വീഡിയോ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ്, ഒരാൾ ഇവിടെ നിന്ന് ഒരു കാര്യം ഇടും, അപ്പുറത്തെ ആൾ അതിൻ്റെ മറുവശം തെളിവിടും. ഇവിടുന്ന് റോബിൻ വീണ്ടും അടുത്തൊരു അലിഗേഷൻ പറയും, അവരവിടെ നിന്ന് തിരിച്ച് അതിന് മറുപടി ഇടും. ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്കിത് കോണ്ടന്റ് അത്രേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്തുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും ട്രാൻസാക്ഷനും എല്ലാം ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ, പ്ലീസ് കം പോലീസ് സ്റ്റേഷനിൽ വരൂ. ഞാൻ അവിടെ വരാം. നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ രണ്ടുപേരുടെ ഭാഗം കാണിക്കാം, നമ്മുടെ രണ്ടുപേരുടെയും തെളിവുകൾ കാണിക്കാം. ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കട്ടെ, ആരുടെ ഭാഗത്താണ് ജെന്യൂൻ എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ അപ്പം നിങ്ങൾ അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തൂ. ഞാനും അവിടെ വരാം. അത് മാത്രമല്ല, ഈ പറഞ്ഞ കണക്ക് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞുള്ള രീതിയിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് പകരം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാവില്ലേ. കാരണം എനിക്കല്ലേ ഫണ്ട് തന്നത്, അല്ലെ? എൻ്റെ വൈഫിന്റെ ആവശ്യത്തിനല്ലല്ലോ. എന്തോ ബിസിനസ് ആവശ്യത്തിനൊക്കെ പറഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ആവശ്യമില്ല. കാരണം എൻ്റെ വൈഫിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടതിന് ശേഷം ആ സമയത്ത് തന്നെ സ്പോട്ടിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുന്നതിന്റെ ട്രാൻസാക്ഷനൊക്കെ എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? സോ ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട്, ഒരുപാട് പേര് ചീത്ത വിളിക്കുന്നുണ്ട്, ഒരുപാട് പേര് കാര്യം അറിയാതെ ഒരുപാട് പേര് എന്നെ ക്രൂശിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കാൻ ഞാനിപ്പോൾ വില്ലിങ് ആണ്. പക്ഷേ നിങ്ങളെല്ലാവരും സത്യം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും.
ഓക്കെ, സോ ഞാനും ആ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അന്ന് ആ ഒരു ദിവസം നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് കുറച്ചെങ്കിലും നന്മയുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിഷമം തോന്നും. ഉറപ്പായിട്ടും റോബിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ റോബിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിക്കും, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഇപ്പം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സിനാരിയോ എന്ന് പറയുന്നത് റോബിൻ പറയുന്ന കാര്യങ്ങൾ അത് അങ്ങനെ അല്ല എന്ന് അപ്പുറത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തെളിവുകൾ റോബിൻ അഗെയിൻസ്റ്റ് ആണ്, അവിടെയാണ് പ്രശ്നം. റോബിൻ പറയുന്നു വേദലക്ഷ്മി ആദ്യമായിട്ട് ഞാൻ കാണുന്നത് അബിൽദേവ് വഴിയാണെന്ന് പറയുന്നു. അപ്പോൾ അടുത്ത ഒരു ചാറ്റ് വന്നു കഴിഞ്ഞു. 2019 വേദലക്ഷ്മി റോബിന് മെസ്സേജ് അയക്കുന്നു. ഇപ്പോൾ 2019 വേദലക്ഷ്മി റോബിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, റോബിൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. റോബിന് അബിൽദേവ് വഴിയാണ് വേദലക്ഷ്മി പരിചയം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് അവിടെ പൊളിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ അബിൽദേവിന്റെ കയ്യിൽ നിന്ന് റോബിൻ പൈസ മേടിച്ചത് ഇത്ര രൂപയാണെന്ന് പറയുന്ന സാധനം അതും അവിടെ അവർ പൊളിച്ചു. അപ്പോൾ ഇതുപോലെ തെളിവുകൾ റോബിൻ അഗെയിൻസ്റ്റ് ആകുമ്പോൾ നമുക്ക് ജനങ്ങൾ എങ്ങനെയാണ് റോബിനെ സപ്പോർട്ട് ചെയ്യുന്നത്? എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? അവിടെയാണ് പ്രശ്നം. റോബിൻ ഈ തെളിവുണ്ട് എൻ്റെ കയ്യിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ, അത് കാണിക്കുന്നില്ല. ഇന്നലെ തന്നെ റോബിൻ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തു. അതിനകത്ത് നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? കുറേ കാശ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, കുറേ കാശ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, ഇത്ര മാത്രമേ അതിനകത്തുള്ളൂ, വേറെ ഒന്നുമില്ല. അതിനകത്ത് റോബിൻ വാങ്ങിച്ച കാശും കൊടുത്ത കാശും കുറേ ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും മാത്രമാണ് ഉള്ളത്. അതിന് ആരാണ് ഈ കൂട്ടിക്കഴിച്ച് നോക്കാൻ പോകുന്നത്? വാങ്ങിച്ചത് എത്ര, കൊടുത്തത് എത്ര എന്നുള്ളത്? പിന്നെ ബൈ ഹാൻഡ് തന്നിട്ടുണ്ടെന്ന് പറയുന്നു, അതിനൊക്കെ തെളിവുണ്ടോ? അവരുടെ ഉണ്ടാവുമായിരിക്കും, ഇല്ലായിരിക്കും, നമുക്കറിയില്ല. അവർ പറയുന്നു ബൈ ഹാൻഡ് നല്ലൊരു എമൗണ്ട് തന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് നിലവിൽ തെളിവുകൾ എന്ന് പറയുന്നത് റോബിൻ അഗെയിൻസ്റ്റ് ആയതുകൊണ്ട് ഒരാൾക്കും റോബിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല അതിനകത്ത്. പിന്നെയും പറയാൻ പറ്റുന്നത് സഹതാപം തോന്നുന്നു മാത്രം. ഒരു മനുഷ്യൻ്റെ വീഴ്ചയിൽ സഹതാപം തോന്നുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, റോബിൻ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇത്രയധികം കടബാധ്യത എങ്ങനെ ഉണ്ടായി? ലക്ഷങ്ങളുടെ കടബാധ്യത. ഏകദേശം റോബിൻ തന്നെ പറഞ്ഞെന്ന് പറയുന്നത് ഒരു 3 കോടി രൂപയുടെ കടമുണ്ടെന്ന്. 3 കോടി രൂപയുടെ കടം, അതും ഒരു 4-5 വർഷം കൊണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞു നമ്മുടെ വരവിനനുസരിച്ചുള്ള ചിലവേ നമുക്ക് ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. എനിക്കിപ്പോൾ ഈ മാസം ഒരു 50,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ എൻ്റെ ചിലവ് കഴിയുന്നത് 40,000 രൂപ ഞാൻ നിർത്താൻ നോക്കണം. അല്ലാണ്ട് 60,000 രൂപ ചിലവുണ്ടാക്കി ഇട്ടിട്ട് 10,000 രൂപ കടം മേടിച്ച് അടുത്ത മാസം എനിക്ക് 25,000 രൂപ വരുമാനം ഉള്ളെങ്കിൽ ആ മാസം ഞാൻ ചിലപ്പോൾ ഈ 60,000 രൂപയ്ക്ക് ജീവിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? എനിക്കിവിടെ റോബിൻ്റെ കാര്യത്തിൽ മനസ്സിലാവുന്ന അങ്ങനെയാണ്. റോബിന് വരുമാനം ഇല്ലാതിരുന്ന സമയത്തും റോബിൻ ജീവിക്കാൻ ശ്രമിച്ചത് രാജാവിനെ പോലെ. അപ്പോൾ കടം മേടിക്കേണ്ടി വന്നു, ലക്ഷങ്ങളും കോടികളും കടമായിട്ട് മാറി. ഇതാണ് സംഭവിച്ചതായിട്ട് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കല്യാണങ്ങൾ അല്ലെങ്കിൽ വയ്യായികൾ ഇതൊക്കെ വന്നപ്പോൾ കടങ്ങളുടെ അളവ് കൂടി. എന്നാൽ കാശ് കയ്യിലില്ലെങ്കിൽ അതിനനുസരിച്ച് കല്യാണത്തിൻ്റെ ചിലവ് കുറയ്ക്കാമായിരുന്നു. ആരെ ബോധിപ്പിക്കേണ്ടത്? ആ കല്യാണത്തിന് കൂടി ആൾക്കാർ ആരെങ്കിലും റോബിനെ സഹായിക്കാനുണ്ടോ? ഇപ്പോൾ അത്രയും ആഡംബരത്തോടെ കല്യാണം നടത്തിയിട്ട്, അതൊക്കെ റോബിൻ്റെ ഇഷ്ടമാണ്, അത് വേറെ കാര്യം, റോബിൻ്റെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ ഞാൻ പറയുകയാണ്, അത്രയും ആഡംബരത്തോടെ നടത്തിയിട്ട് അന്ന് ആ കല്യാണത്തിന് കൂടി ആരെങ്കിലും ഒരാൾ റോബിനെ സഹായിക്കാനുണ്ടോ? ആരുമില്ല. റോബിൻ ഒറ്റയ്ക്കാണ്. ഈ പൈസ മുഴുവൻ കൊടുത്തു തീർക്കേണ്ട റോബിൻ തന്നെയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഒരാൾ ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതേസമയം നമുക്ക് എല്ലാം ഉള്ളപ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ടാവുമായിരിക്കും. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് റോബിൻ്റെ പെരുമാറ്റവും റോബിൻ്റെ സംസാരവും ഒക്കെയാണ് റോബിന് ബുദ്ധിമുട്ടായിട്ട് മാറിയത്, റോബിന് വിനയായിട്ട് മാറിയത്. ആൾക്കാരെ ഡീൽ ചെയ്യാൻ റോബിന് പറ്റിയില്ല. റോബിന് പൈസ കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ റോബിൻ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, റോബിൻ അവരോട് ഓവർ റിയാക്ട് ചെയ്യുന്നു. കിട്ടാനുള്ളവൻ തിരിച്ചടിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി നമുക്ക് വേദലക്ഷ്മിയുടെ ഒരു വീഡിയോ കാണാം. ഗുഡ് മോർണിംഗ്. യൂഷ്വലി ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടിട്ട് ആൾക്കാരുടെ സമയം കളയാനും എന്റെ സമയം കളയാനും ഒക്കെ യൂഷ്വലി ചെയ്യാത്ത ഒരാളാണ്. ഇത് ഇങ്ങോട്ട് ചെയ്യേണ്ടി വന്നൊരു ആവശ്യകത പലരും ഒക്കെ ചോദിക്കുന്നുണ്ട്, നിയമപരമായിട്ട് പോകാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഒരാളെ ഇങ്ങനെ അപകടത്തിപ്പെടുന്ന രീതിയിലൊക്കെ പറയുന്നുള്ളത്. മാർച്ച് 31 തീയതി, ഈ വർഷം മാർച്ച് 31 തീയതി ഒരു കേസ് ഫയൽ ചെയ്ത ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് എഫ്ഐആറിലോട്ട് എത്തുമ്പോഴത്തേക്കും കരഞ്ഞ് കാല് പിടിച്ച് എഫ്ഐആർ മാറ്റിച്ച് എന്റെ അടുത്ത് മാപ്പ് അപേക്ഷിച്ചിട്ട് വീണ്ടും പൈസ തരാന്ന് പറഞ്ഞാൽ പിന്നെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെതിരെയാണ്. പിന്നെ എനിക്കെതിരെ സൈബർ പ്രൊട്ടക്ഷൻ കൊടുത്തതിന്റെ പേരിൽ ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിക്കേണ്ടി വരുന്നത്. എത്രയോ ആൾക്കാരെ ഇതേ സെയിം ഫോർമാറ്റിൽ പറ്റിച്ചിട്ട് ആ ഒരു കോൺഫിഡൻസിലായിരിക്കും റോബിൻ രാധാകൃഷ്ണൻ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റോബിൻ ഒരു കാര്യം ഓർത്തു, എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഞങ്ങൾ പുറത്തോട്ട് വന്ന് ഈ കാര്യം പറഞ്ഞത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ കൊണ്ടല്ല, എന്തെങ്കിലും ഭാവി കരിയർ തകർക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ചെയ്യുന്ന ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ, ഇതുപോലെ ചതിക്കുന്ന ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ, അത് പുറത്തോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ അടുത്തൊരാളെ നിങ്ങൾ ചതിക്കാതിരിക്കുകയുള്ളൂ. അതാണ് എന്റെ പ്രൈമറി ആയിട്ടുള്ള എയിം. അതുകൊണ്ട് ഞാൻ ഇന്ന് പിന്നോട്ട് പോകത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അമ്മ മരിച്ചൊരു സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാക്കാനായിട്ട് എങ്ങനെ എനിക്ക് സാധിക്കും? എനിക്ക് കണ്ണിച്ചോരയിലെ മനസാക്ഷിയില്ലെന്ന്. കണ്ണിച്ചോരയും മനസാക്ഷിയും കുറച്ച് കൂടി പോയതാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പറയുന്ന അബിലിന്റെ ഒക്കെ അമ്മ കഴിഞ്ഞ വർഷം ആക്സിഡന്റിൽ മരിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഫണ്ട് ഇപ്പൊ കൊടുക്കാൻ ഒരാൾ ഇപ്പൊ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അബിലിന്റെ ആരോ മരിച്ചത് കൊണ്ടാണ് അബിന് പൈസ കൊടുക്കാനും അതുകൊണ്ട് ആ ആൾക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാരണം കാണിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, അതിന്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റിൽ ഡെത്ത് ഉണ്ടായിരുന്നത്. ആള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ബാക്ക് ടു ബാക്ക് വിളിച്ച് ഇത് ചെയ്തോണ്ടേയിരുന്നു, അപ്പോൾ ശല്യം ചെയ്തോണ്ടേ ഇരുന്നപ്പോഴത്തേക്കും ഞാനായിരുന്നു ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, ഒന്ന് വെയിറ്റ് ചെയ്യൂ, അത്രയും ക്രിറ്റിക്കലാണ് എന്നുള്ള മെസ്സേജ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടേക്കാം. ആ മെസ്സേജസ് ഒക്കെ അപ്രകാരം. അപ്പോൾ റോബിന് ഭയങ്കര സ്നേഹമായിരുന്നു എന്ന് വെച്ചാൽ, അയ്യോ അങ്ങോട്ട് വരട്ടെ, ആന്റിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഇതിലല്ല, പക്ഷേ ഒന്ന് മനസ്സിലാക്കൂ, നിങ്ങൾ പൈസ ചോദിച്ച് വിളിച്ചോണ്ടിരിക്കുന്നത്, പൈസ എന്തിനാ കടം ചോദിച്ച് വിളിക്കുന്നത്? ഞങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള അങ്ങനെയൊന്നുമില്ല. പൈസ തിരിച്ചു കൊടുക്കാനുള്ള പൈസ കിട്ടാനുള്ള പൈസയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഹോസ്പിറ്റലാണെന്നോ അതിന്റെ ഒരു ക്ഷമ കാണിക്കണോ എന്നുള്ളത് പുള്ളിക്കില്ല. ഓക്കെ ഫൈൻ, അത് കഴിഞ്ഞു. ആ മരിച്ച അമ്മയെ കുറിച്ചാണ്, ആന്റിയെ കുറിച്ചാണ് ഈ അടുത്ത് സ്വന്തം മാതാവ് മരണപ്പെട്ട മാതാവിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മാതാവിന്റെ വിയോഗത്തിൽ ഒത്തിരി ദുഃഖിക്കുകയും ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന റോബിൻ രാധാകൃഷ്ണൻ ഈ ഒരു സൗണ്ട് ക്ലിപ്പ് പറയുന്നത്, അതിന്റെ അമ്മ മരിച്ചതിന്റെ മരിച്ചുപോയ അമ്മയെ കുറിച്ച് ഈ ഒരു സൗണ്ട് ക്ലിപ്പ് പറയുന്നത്. അപ്പോൾ ഒന്ന് കേട്ട് നോക്കൂ.
അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും എന്തിന്റെ ബേസിസിലാണ് ആൾക്ക് അമ്മ മരിച്ചു എന്നുള്ളൊരു കൺസിഡറേഷൻ, പിന്നെ അമ്മ മരിച്ച് 41 തികയുന്ന സമയം വരെ ഒരു രീതിയിലും ഒരു കാര്യത്തിലും ഇറങ്ങിയിട്ട് ആളെ ബുദ്ധിമുട്ടിക്കണമെന്നോ അല്ലെങ്കിൽ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നോ ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ അതിന്റെ ഇടയ്ക്കാണ് മരിച്ചിട്ടൊരു 1-2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സമയത്തിന്റെ ഇടയ്ക്കാണ് ആളിറങ്ങി സൈബർ കൊട്ടേഷൻ കൊടുത്ത് ഇതിപ്പോ വേറൊരു നറേറ്റീവ് ആക്കണം, പൈസ തിരിച്ചു തരണം എന്നുള്ളൊരു കാര്യം അതിലോട്ട് എത്തിക്കാതെ വേറൊരു നറേറ്റീവ് ആക്കണം. ഇന്നലെ കണക്കിന് പേപ്പറുമായിട്ട് വന്നില്ലേ, എടുത്ത് വെക്ക്, എന്താ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്, എടുത്ത് അതുകൂടെ എടുത്ത് പബ്ലിഷ് ചെയ്യുക. പൈസ വാങ്ങിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ എല്ലാം അക്കൗണ്ട് ത്രൂ ആണ്, അതിൽ അക്കൗണ്ട് ത്രൂ ഉള്ളതും കൂടെ കാണിച്ചു കൊടുക്കുക. എന്താണ് ഇങ്ങനെ പ്രഹസനം കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് കാര്യത്തിനാണ്? ട്രൈങ് ടു പ്രൂവ്? പറ്റിക്കുന്നതിനും മണ്ടന്മാരാക്കുന്നതിനും ഒരു പരിധിയുണ്ട്. 1-2 ആൾക്കാരല്ല, കുറച്ച് നാളുകളല്ല, ഇത്രയും വർഷം കൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. പൈസ തിരിച്ചു തരണം, അത് എല്ലാവർക്കും തിരിച്ചു കൊടുക്കണം. അല്ലാതെ നാടകം കളിച്ചിട്ടോ ഇനി അടുത്ത നാടകം പോലെ എനിക്ക് കാണാൻ പോകുന്നത്, ഞാൻ ഒരു എന്താ പറയണ്ടേ, എനിക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ട്, ഇങ്ങനെ സംഭവിച്ചേക്കാന്ന്, ആളൊരു ആത്മഹത്യാ ഭീഷണി മുഴക്കിയേക്കാം, അല്ലെങ്കിൽ ആൾക്ക് നെഞ്ചവേദന വന്നു, അല്ലെങ്കിൽ ആളുടെ തൊട്ടടുത്തുള്ള പാരന്റ്സോ സിബ്ലിങ്ങോ വൈഫോ അങ്ങനെ ആർക്കെങ്കിലും വയ്യാതായി എന്നുള്ളത് ഒരു പൊറോട്ട നാടകം പണ്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് ഇതുപോലെ എന്തോ രക്തം ശ്രദ്ധിക്കുന്ന പോലെ ഒരു വീഡിയോ, അത് ഫേക്കാണെന്ന് കഴിഞ്ഞിട്ട് ഒരു നാണം എന്ന് പറഞ്ഞ സാധനം, നാണക്കേടെന്ന് പറഞ്ഞ സാധനം അടുത്തോടെ പോയിട്ടില്ലാത്തത് അറിയാം. പക്ഷേ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ഞങ്ങൾക്കൊക്കെ വേറെ കാര്യങ്ങളുണ്ട്. ഇയാളുടെ പുറകെ നടന്ന് തന്റെ ഇതും വിളിച്ച് പറഞ്ഞ് നടക്കേണ്ട കാര്യം എനിക്ക് പേഴ്സണലി തീരില്ല, ഒട്ടുമില്ല. ഇഫ് യു ആർ മേക്കിംഗ് മീ ഡു ദിസ്, ദാറ്റ്സ് ജസ്റ്റ് ബിക്കോസ് യു ആർ എ കോൺ മാൻ, ഒരു സ്കാമർ. അത് പറ്റിക്കുന്ന ഒരു പരിപാടി നിങ്ങൾ നിർത്തിക്കണം എന്നുള്ളത് എന്റെ കൂടെ ആവശ്യമായി പോയി. കാരണം നിരപരാധികളായിട്ടുള്ള ഒത്തിരി പേര് എന്തുമാത്രം ഇപ്പൊ പറഞ്ഞ ഒരാൾ തന്നെ ആളുടെ സേവിങ്സിൽ നിന്ന് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് സേവ് ചെയ്ത് വെച്ച പൈസയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയുടെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എടുത്തു തന്നെ. അത് പൊടിയുടെ ഫ്രണ്ടുമാണ്. അങ്ങനെ നിന്റെ വന്ന ഒരു ബന്ധം, ദുബായിലുള്ള ഒരു പയ്യൻ. അപ്പോ എന്താണ് ഇതിനൊക്കെ ഒരു മിനിമം കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. ഇത് എന്താ നിങ്ങളെ വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ നശിപ്പിക്കാനോ, എനിക്ക് എന്താ കൊട്ടേഷൻ എടുത്തിട്ട് വല്ലതും ഇതാക്കാനുണ്ടോ? അതിന് തകർക്കാനായിട്ട് നിങ്ങൾ ആരാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ഓക്കെ, റീപേയ്മെന്റ് ചെയ്ത് ഇതൊന്ന് ക്ലിയർ ഓഫ് ചെയ്യൂ പ്ലീസ്. അതാണ് അവൻ ഒറ്റ തന്തയ്ക്ക് ഉറന്നാണെങ്കിൽ ഒറ്റ തന്തയുള്ളൂ. അവന്റെ അമ്മേനെ ഒറ്റ ഒരുത്തനാണ് ഊക്കിയുള്ളെങ്കിൽ പറയാം പോലീസ് കംപ്ലൈന്റ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പേരിൽ 75 ലക്ഷം രൂപ കൊടുക്കണമെന്ന് വിത്ത് പ്രൂഫ് കൊടുക്കാൻ പറയാം. ഇല്ലെങ്കിൽ അവൻ തന്തയില്ലാത്തവനാ. മനസ്സിലായില്ലേ? ഞാനത് പറയുന്നത് ബ്രോ. കേട്ടല്ലോ, ഈ ഒരു ഓഡിയോ ആണ് എന്നെ വല്ലാണ്ട്, ഞാൻ ഈ ഒരു കോണ്ടന്റ് എടുക്കാനുള്ള മെയിൻ റീസൺ ഈ ഒരു ഓഡിയോ ആണ്. ഞാൻ മുൻപ് കേട്ടപ്പോൾ പൈസ കൈനീട്ടി മേടിച്ചിട്ട് ആ പൈസ കൊടുത്തവൻ്റെ അമ്മയ്ക്ക് പറയുന്ന ഒരു പ്രവണത നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണത്, ഒരാളുടെ അമ്മയ്ക്ക് പറയുന്നത്. ഈ ഒരൊറ്റ കാരണമാണ് ഞാൻ ഈ ഒരു കോണ്ടന്റ് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്ന് പറയും. ഈ ഒരു ഒറ്റ വാചകമാണ് റോബിൻ സംസാരിച്ച ഈ ഒരു ഒറ്റ വാചകം. എനിവേ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു വിഷയത്തിൽ? ഇങ്ങനെ ആകാമോ ഒരു വ്യക്തി എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.